നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത മുരിങ്ങൂരിൽ വീണ്ടും വൻ ഗതാഗത കുരുക്ക്. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ ഫുട്ബോൾ താരങ്ങൾക്ക് സ്വീകരണം നൽകി. ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ മഴവിൽപ്പാലം. വിനോദസഞ്ചാരികൾക്ക് പുതിയ കാഴ്ചാനുഭവം. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര കൊടുങ്ങ റോസരി ഹിൽ ആശ്രമത്തിൽ മാതാവിന്റെ തിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ മുരിങ്ങൂരിൽ വീണ്ടും വൻ ഗതാഗത കുരുക്ക്. ബുധനാഴ്ച തൃശൂർ ഭാഗത്തേക്ക് മണിക്കൂറുകളാണ് വാഹനങ്ങൾ ഗതാഗത കുരുക്കിലായത്. കിലോമീറ്ററുകൾ ദൂരത്തിൽ വാഹനങ്ങൾ കുരുക്കിലാവുകയായിരുന്നു. വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സർവീസ് റോഡിൽ അടിപ്പാതയ്ക്ക് സമീപത്തായി റോഡിൻ്റെ നടുക്കായി ജലസേചന വകുപ്പിൻ്റെ പൈപ്പ് പൊട്ടുകയും റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടതുമാണ് ഗതാഗത കുരുക്കിന് കാരണമായത്. ഉച്ചയോടെ കുഴി താൽക്കാലികമായി അടച്ചതോടെയാണ് ഗതാഗത കുരുക്കിന് ചെറിയൊരു ആശ്വാസമായത്. നിലവിൽ തൃശൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ ചെറിയ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. രണ്ടു വരിയായി വരുന്ന വാഹനങ്ങൾക്ക് പോകുവാനുള്ള വീതിയില്ലാത്തതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. അതിനിടയിലാണ് പൈപ്പ് കൂടി പൊട്ടിയതാണ് വലിയ ഗതാഗത കുരുക്കായത്. എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന റോഡിലും മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്തായുള്ള റോഡിലെ കുഴിയും ആ ഭാഗത്തും ചെറിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. പുലക്കാട്ടുകരയിൽ ജലസേചന വകുപ്പിന് കീഴിൽ നിർമ്മിച്ച റെഗുലേറ്റർ, വാച്ച്മാൻ ക്വാർട്ടേഴ്സിൻ്റെയും സ്റ്റോർ റൂമിൻ്റെയും ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. 2020-21 സാമ്പത്തിക വർഷത്തെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗം സണ്ണി ചെറിയാലത്ത്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K അരുൺലാൽ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P സിനി തുടങ്ങിയവർ പങ്കെടുത്തു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കൂടിയാലോചന നടത്തി തീരുമാനിക്കുക. ഫിറ്റ്നസ് സെന്ററിനോട് സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഇത് വെറുതെ വിട്ടാൽ ശരിയാവില്ല. അത് കെട്ടിപ്പിടിച്ചു. ഇപ്പൊ തന്നെ ഇത് ഉദ്ഘാടനം നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾ ഇവിടെ കാണുന്ന മരത്തൈകളും ഒക്കെ വെട്ടിവെടുപ്പാക്കി അല്ലേ, വെടുപ്പാക്കിയത്. ഇത് പെട്ടെന്ന് വളരുത്. പ്രത്യേകിച്ച് നല്ല പുഴയോരാണ്, നല്ല കാറ്റും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതൊക്കെ പെട്ടെന്ന് വീണ്ടും കാട് പഠനങ്ങളാവും. വെള്ളിക്കുളങ്ങര കൊടുങ്ങ റോസരി ഹിൽ ആശ്രമത്തിൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിന് കൊടിയേറി. ആശ്രമം സുപ്പീരിയർ ഫാദർ തോമസ് തടത്തിമാക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും കൊടുങ്ങ സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി കാർമ്മികത്വം വഹിച്ചു. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് വെള്ളാഞ്ചിറ പള്ളി വികാരി ഫാദർ ആൻറ്റോ പാണാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ബിനോയ് നെരേപ്പറമ്പിൽ സന്ദേശം നൽകും. മുപ്ലിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. ലയം 2025 എന്ന പേരിൽ നടത്തിയ കലോത്സവം തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് IAS ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം മിലൻ സുകുമാരൻ വിശിഷ്ടാതിഥിയായിരുന്നു. 2 ദിവസങ്ങളിലായി വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, വാർഡംഗം പുഷ്പാകരൻ ഒറ്റാലി, PTA പ്രസിഡന്റ് വേണു VR, SMC ചെയർപേഴ്സൺ ശ്രീജിത്ത് PV, OSA ചെയർമാൻ ജയപ്രകാശ് KN, MPTA പ്രസിഡന്റ് ജീവ ബേബി, പ്രിൻസിപ്പാൾ BGPS, ഹെഡ് മിസ്ട്രസ് മിനി NJ തുടങ്ങിയവർ സംസാരിച്ചു.
ചടങ്ങിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പുസ്തകങ്ങളുടെ കൈമാറ്റവും നടന്നു. ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ മഴവിൽ പാലം, വിനോദസഞ്ചാരികൾക്ക് പുതിയ കാഴ്ചാനുഭവം. കരിങ്കൽ കുത്തുകൾക്കിടയിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചാർപ്പ വെള്ളച്ചാട്ടം വേനൽക്കാലത്ത് വെള്ളം നന്നേ കുറവായിരിക്കുമെങ്കിലും മഴയെത്തിയാൽ ചാർപ്പയ്ക്ക് പിന്നെ പറഞ്ഞറിയിക്കാനാവാത്ത മനോഹാരിതയാണ്. അതിനു കുറുകെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായി നിർമ്മിച്ച നടപ്പാലം ഇപ്പോൾ ഇവിടേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ മാടി വിളിക്കുകയാണ്. തൃശ്ശൂർ നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്കുള്ള വഴിയിലാണ് വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ച ഈ നടപ്പാലം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി സ്നേഹികൾക്കും നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് വിട്ടുമാറി ശാന്തത ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ കേന്ദ്രമാണിത്. 2020 ടൂറിസം വകുപ്പ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 99 ലക്ഷം രൂപ വകയിരുത്തി പൊതുമരാമത്ത് വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ ഒരുക്കിയ പാലം ഏപ്രിൽ 10 നിർമ്മാണം പൂർത്തിയാക്കി. പാലത്തിന് സമാന്തരമായുണ്ടായിരുന്ന പഴയ ബ്രിട്ടീഷ് നിർമ്മിത പാലം പൊളിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത്. അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളിലൊന്നാണ് ചാർപ്പ വെള്ളച്ചാട്ടം. അതിരപ്പള്ളിയും വാഴച്ചാലും കാണാൻ വരുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്ന മറ്റൊരു കാഴ്ച വിരുന്നാണ് ചാർപ്പ വെള്ളച്ചാട്ടവും ഈ നടപ്പാലവും. ശക്തമായ മഴയിൽ റോഡ് കവിഞ്ഞൊഴുകുന്ന ജലപാതം കാണാനായി നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. വിനോദസഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെയും ഇടതുറന്നു നിൽക്കുന്ന കാടിൻ്റെയും ഭംഗി സുരക്ഷിതമായി ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ നടപ്പാലത്തിൽ ടൈലുകൾ പാകിയിട്ടുണ്ട്. നടപ്പാലത്തിനു പുറമെ വെള്ളച്ചാട്ടത്തെ അടുത്തുനിന്ന് ആസ്വദിക്കുന്നതിനുള്ള വ്യൂ പോയിന്റും ഒരുക്കിയിട്ടുണ്ട്. പൊതുഗതാഗതത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും സാധ്യതകൾ ഏകീകരിച്ച് ഫലപ്രദമായി നടപ്പിലാക്കിയ വികസന മാതൃകയാണ് ചാർപ്പ വെള്ളച്ചാട്ടത്തിന് കുറുകെ നിർമ്മിച്ച ഈ നടപ്പാലം. ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ വിവിധ ഫുട്ബോൾ മേളകളിൽ പങ്കാളികളായ മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഫുട്ബോൾ താരങ്ങളായ ഷിനി ഡിസൂസ, TB മനുപ്രിയ, റാഷിദ് റഹ്മാൻ എന്നിവർക്ക് സ്കൂൾ PTA നേതൃത്വത്തിൽ സ്വീകരണം നൽകി. അനുമോദന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് M മഞ്ജുള, സ്റ്റാഫ് സെക്രട്ടറി പ്രവീൺ M കുമാർ, P ബിജു വർഗീസ്, രചന സതീഷ്, സനീഷ് K, PP അജിത എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ലോക ഫാർമസിസ്റ്റ് ദിനം ആചരിച്ചു. ആശുപത്രി ഡയറക്ടർ റവറൻ ഡോക്ടർ ഫാദർ ആൻറ്റു ആലപ്പാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ ഫാർമസി ഇൻചാർജായ സിസ്റ്റർ സിസി CHF ഫാർമസി ദിന സന്ദേശം നൽകി. മധുരം പങ്കുവച്ചും പൂക്കൾ വിതരണം ചെയ്തും ഫാർമസിസ്റ്റുകളെ ആദരിച്ചു. അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ നവീൻ ഊക്കൻ, ഫിനാൻസ് ഓഫീസർ ഫാദർ ജോസഫ് ഗോപുരം, ഫാർമ ഇൻചാർജ് സിസ്റ്റർ LG CSC, HR മാനേജർ KV ജെയ്സൺ എന്നിവർ സംസാരിച്ചു. ഫാർമസിസ്റ്റ് ദിനാഘോഷങ്ങൾക്ക് ഫാർമസി വിഭാഗം ജീവനക്കാർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,490 രൂപ, പവന് 83,920 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത മുരിങ്ങൂരിൽ വീണ്ടും വൻ ഗതാഗത കുരുക്ക്.
ചെറുവത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ ഫുട്ബോൾ താരങ്ങൾക്ക് സ്വീകരണം നൽകി. ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ മഴവിൽ പാലം, വിനോദസഞ്ചാരികൾക്ക് പുതിയ കാഴ്ചാനുഭവം. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര കൊടുങ്ങ റോസരി ഹിൽ ആശ്രമത്തിൽ മാതാവിന്റെ തിരുനാളിന് കൊടിയേറി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.